36 വർഷമായി സിനിമാ മേഖലയിൽ നിറഞ്ഞു നിൽക്കുന്ന നടനാണ് മനോജ് കെ ജിയൻ. നായകനായും വില്ലനായും സഹനടനായും അദ്ദേഹം തന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. മലയാളത്തിൽ പുതിയ അവതരണ ശൈലി കൊണ്ടുവന്ന സിനിമയായിരുന്നു അമൽ നീരദ് സംവിധാനം ചെയ്ത ബിഗ് ബി. മമ്മൂട്ടിയുടെ വിരാട് കുരിശിങ്കൽ എന്ന കഥാപാത്രമായി എത്തിയ സിനിമയിൽ മനോജ് കെ ജയനും ഒരു ശക്തമായ കഥാപാത്രത്തെ അവതരിപ്പിച്ചു. 2025 പുറത്തിറങ്ങിയ ഹോളിവുഡ് ചിത്രം ഫോർ ബ്രദേഴ്സിന് ആധാരമായി ഒരുക്കിയിരിക്കുന്ന ചിത്രത്തിൽ മമ്മൂട്ടിക്ക് പുറമെ വലിയ താരതരനെ ഒന്നിച്ചിരുന്നു. ബിഗ് ബിക്ക് ബോക്സ് ഓഫീസിൽ വലിയ രീതിയിലുള്ള പ്രകടനം നടത്താൻ കഴിഞ്ഞില്ലെങ്കിലും ചിത്രത്തിൽ മമ്മൂട്ടി ചെയ്ത ബിലാൽ എന്ന കഥാപാത്രം വളരെ ശ്രദ്ധിക്കപ്പെട്ടു. ചിത്രത്തിനൊരു രണ്ടാം ഭാഗം വേണമെന്ന് സിനിമാ പ്രേമികൾ അന്നു മുതലേ ആവശ്യപ്പെടുന്നതാണ്. ബിഗ് ബിയുടെ രണ്ടാം ഭാഗമായി ബിലാൽ വരുമെന്ന് വർഷങ്ങൾ മുമ്പേ തന്നെ ചിത്രത്തിന്റെ സംവിധായകൻ അമൽ നീരദ് അറിയിച്ചിരുന്നു. എന്നാൽ സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകളൊന്നും പിന്നീട് വന്നിരുന്നില്ല. എന്നാൽ വീണ്ടും ബിലാൽ വന്നേക്കാമെന്ന് മനോജ് കെ ജയൻ പറയുന്നു. കോവിഡിന് ചിത്രീകരണം തുടങ്ങേണ്ട സിനിമയായിരുന്നു. എന്നാൽ അന്നത്തെ പ്രതികൂല സാഹചര്യം കാരണമായി സിനിമ നടക്കാതിരുന്നുവെന്നും മനോജ് കെ ജയൻ പറയുന്നു. സിനിമയുടെ തിരക്കിൽ കാലത്തിനനുസരിച്ചുള്ള വർക്കുകൾ നടത്തുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോവിഡിന്റെ കാലത്ത് മുൻപേ ചിത്രീകരണം തുടങ്ങാനിരുന്ന ചിത്രമായിരുന്നു ബിലാൽ. പക്ഷേ അന്നത്തെ പ്രതികൂല സാഹചര്യത്തിൽ അത് മുടങ്ങിപ്പോയി. അതിന്റെ തിരക്കഥയിൽ കാലത്തിനനുസരിച്ച് റീവർക്കുകൾ നടത്തുന്നതായി അറിയിക്കുന്നു. ഉടൻ വരുമെന്നാണ് പ്രതീക്ഷ. എൻഎസ് കെജയൻ പറയുന്നു. ബസൂക്കയാണ് ഈ വർഷം റിലീസാവുന്ന അടുത്ത മമ്മൂട്ടി സിനിമ. റിലീസ് ഡേറ്റ് പലതവണ മാറ്റിവെച്ച ബസൂക്ക ഏപ്രിൽ 10 പ്രേക്ഷകർക്ക് മുന്നിലെത്തുമെന്നാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്. ഗൗതം വാസുദേവ് മേനോൻ ആദ്യമായി മലയാളത്തിൽ സംവിധാനം ചെയ്ത ഡൊമിനിക് ആൻഡ് ലേഡി പേഴ്സ് ആയിരുന്നു ഈ വർഷം ഇറങ്ങിയ ആദ്യ മമ്മൂട്ടി ചിത്രവും.